ഇവിടെ ഒരു പെണ്ണി തവളയ്ക്ക് ഒരു സമൂസ തിന്നാൻ കൊടുക്കാണ്. ഉടനെ തന്നെ ഈ തവള 100 ടൺ സ്വർണം തുപ്പി പുറത്തിടും. ഇത് കണ്ടിട്ട് എല്ലാവരും പേടിക്കും. പക്ഷേ ഈ പെണ്ണ് മാത്രം ഹാപ്പി ആയിരിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവക്ക് ഈ രാക്ഷസ തവളേനെ കൺട്രോൾ ചെയ്യാനുള്ള വഴി അറിയാം. ആക്ച്വലി ഒരാൾ സ്വർണ്ണനിധി മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു അത്ഭുത തവളയെ പറഞ്ഞുവിടും. ഈ തവള എവിടെയൊക്കെ പോകണോ അവിടെയുള്ള സ്വർണ്ണമൊക്കെ ഇത് തിന്നും. സ്വർണം തിന്ന് ഈ കുഞ്ഞിത്തവള ഒരു വലിയ രാക്ഷസ തവളയായിട്ട് മാറും. ഒരു പയ്യനാണെങ്കിൽ രാക്ഷസനെ കൊല്ലാൻ പോവാണ്. പക്ഷെ അവന്റെ ഫ്രണ്ട് അവനെ പേടിച്ചിട്ട് തടുക്കും. ഈ രാക്ഷസനാണെങ്കിൽ അവിടെയുള്ള എല്ലാ സ്വർണ്ണവും ആഭരണങ്ങളും തിന്നിട്ട് ജനൽ വഴി ചാടി രക്ഷപ്പെടും. ഈ രാക്ഷസൻ എന്നിട്ട് പോണ വഴിക്ക് ഒരു കൊച്ചിനെ കണ്ടിട്ട് അവളുടെ തലയിലുള്ള സ്വർണ്ണ ക്ലിപ്പിന്റെ കൂടെ ആ പെണ്ണിനെയും തിന്നാൻ പോവാണ്. പക്ഷെ ഈ കൊച്ചിന്റെ കയ്യിലുള്ള മിഠായി കണ്ടിട്ട് ഈ രാക്ഷസൻ ഒന്നും ചെയ്യാണ്ട് നിന്ന് പോകും. ഇത് കണ്ടോണ്ട് നിന്ന ഒരു പെണ്ണിനെ രാക്ഷസനെ തോപ്പിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. ഇവൾ എന്നിട്ട് എല്ലാവരോടും ഈ രാക്ഷസന്റെ മേത്തേക്ക് മിഠായി എറിയാൻ പറയും. അങ്ങനെ എല്ലാവരും മിഠായി എറിഞ്ഞ് രാക്ഷസനെ തടയും. പക്ഷെ മിഠായി തീരുമ്പോ തന്നെ ഈ രാക്ഷസൻ വീണ്ടും ഈ കൊച്ചിനെ തിന്നാൻ പോവാണ്. ഇത് കണ്ടിട്ട് മറ്റേ പെണ്ണ് അവിടെയുള്ള ഒരുത്തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു സമൂസ എടുത്ത് രാക്ഷസന്റെ വായിലേക്ക് എറിയും. രാക്ഷസനാണെങ്കിൽ വയറ്റിൽ വേദന സഹിക്കാണ്ട് എല്ലാ സ്വർണവും തുപ്പി പുറത്തിടും. സ്വർണം മൊത്തം തുപ്പി ഉടനെ തന്നെ രാക്ഷസ തവള പഴയ പോലെ സാധാ തവളയായിട്ട് മാറും. ഈ പയ്യനും ഈ തവളയും ഒരു മാന്ത്രിക പെട്ടിയിൽ അടച്ചും വെക്കും.